കണ്ണൂർ പയ്യാമ്പലം ബീച്ചിനടുത്തുള്ള സി വി പോയിൻറ്റും അതുപോലെ തന്നെ ലൈറ്റ് ഹൗസും നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇത് സ്ഥിതി ചെയ്യുന്നത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിന് തൊട്ടടുത്തായിട്ടാണ്. ലൈറ്റ് ഹൗസിൽ എൻട്രി ചെയ്യാനും അതുപോലെ തന്നെ സി വി പോയിൻറ്റിൽ എൻട്രി ചെയ്യാനും സെപ്പറേറ്റ് എൻട്രി ഫീസാണ്. ആദ്യം നമുക്ക് ലൈറ്റ് ഹൗസിൽ എൻട്രി ചെയ്യാൻ എത്രയാണ് എൻട്രി ഫീസ് നോക്കാം, എന്നിട്ട് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഹൈ, പേര് മുഹമ്മദ് മദനി. എൻട്രൻസ് ഫീസ് എത്ര ഇവിടെ വരുന്നത്? എൻട്രൻസ് ഫീസ് 20 രൂപ. 20 രൂപ. ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഫോട്ടോഗ്രാഫിക്ക് ആണെങ്കിൽ എക്സ്ട്രാ 20, പ്രൊഫഷണൽ ക്യാമറ ആണെങ്കിൽ 100 രൂപ. ഇപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെങ്കിൽ 100 രൂപ അടക്കണം. 100 രൂപയും എൻട്രി ഫീസ് അടക്കണം അല്ലേ? ടോട്ടൽ 120 രൂപ. ലൈറ്റ് ഹൗസിലേക്കുള്ള എൻട്രി ഫീസ് വളരെ റീസണബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വെറും 20 രൂപയുള്ളൂ. ഇനിയിപ്പോൾ വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ 100 രൂപ കൊടുക്കണം. അതും റീസണബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വേറെ ടൂറിസ്റ്റ് സ്പോട്ട്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിലും പൈസ കൊടുക്കേണ്ടി വരും. ചിലർ 350, 400 ഒക്കെ പറയുന്നുണ്ട്. അത്രയൊന്നും ഇവിടെ കൊടുക്കേണ്ടി വന്നില്ല. 100 രൂപയെ കൊടുക്കേണ്ടി വന്നുള്ളൂ. അതുകൊണ്ട് അതെനിക്ക് റീസണബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇവിടെ ലൈറ്റ് ഹൗസ് മാത്രമല്ല, ഒരു ലൈറ്റ് ഹൗസ് മ്യൂസിയം കൂടിയുണ്ട്. അതുകൂടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ക്വാർട്ടേഴ്സ് ഉണ്ട്. ഈ ലൈറ്റ് ഹൗസ് എംപ്ലോയീസിന് താമസിക്കാനായിട്ട് ക്വാർട്ടേഴ്സും ഉണ്ട്. നല്ല രസമുള്ള ക്വാർട്ടേഴ്സ്. ഈ ഏരിയ മൊത്തം കാണാൻ നല്ല രസമാണ്. ഇൻ്റർലോക്കൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ലൈറ്റ് ഹൗസ് ഉള്ള ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു സീ വ്യൂ പാർക്കും കാണാം, അതുപോലെ തന്നെ സീയും കാണാം. അതുകൂടെ ജസ്റ്റ് ഒന്ന് ആദ്യം കാണിക്കാം. ഈ കോമ്പൗണ്ടിൻ്റെ അപ്പുറം സീ വ്യൂ പോയിൻ്റ് ആണ്. സീ വ്യൂ പോയിൻ്റ് കോമ്പൗണ്ടിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. കടൽ നടന്നു കാണാനായി ഒരു പാത്വേയും ഇരുന്ന് കാണാനായി കുറച്ച് ബെഞ്ചുകളുമുണ്ട്. സീ വ്യൂ പോയിൻ്റ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് കാണാം. ഇത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ലൈറ്റ് ഹൗസ് മ്യൂസിയം. എന്തായാലും മ്യൂസിയത്തിൽ ഞാൻ ആദ്യം കയറുന്നില്ല. ആദ്യം ഇതൊന്ന് ചുറ്റി കാണാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചുറ്റി കണ്ടതിന് ശേഷം ആദ്യം കയറുന്നത് ലൈറ്റ് ഹൗസ് ആയിരിക്കും. ലൈറ്റ് ഹൗസിൽ കയറിയതിന് ശേഷം നമുക്ക് ലൈറ്റ് ഹൗസ് മ്യൂസിയത്തിൽ കയറാം. ഇവിടെയുള്ള ക്വാർട്ടേഴ്സിലെല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ആൾക്കാരുടെ പൊസിഷൻ എന്താണെന്ന് പറയുന്നുണ്ട്. അതായത് നാവിഗേഷണൽ അസിസ്റ്റൻ്റ് ആണ് ഇവിടെ താമസിക്കുന്നത്, ഗ്രേഡ് 2 നാവിഗേഷണൽ അസിസ്റ്റൻറ്റ്. എന്തായാലും ഇങ്ങനെ ഒരു സ്ഥലത്ത് എംപ്ലോയീസിന് ക്വാർട്ടേഴ്സ് പണിത് കൊടുത്തത് അടിപൊളിയായിട്ടുണ്ട്. കാരണം നല്ല രസമായിരിക്കും. ഇങ്ങോട്ട് നോക്കിയാൽ സീ, അവിടെ നോക്കിയാൽ ആ സൈഡിലേക്ക് നോക്കിയാൽ ലൈറ്റ് ഹൗസ്, നല്ല അടിപൊളിയായിരിക്കും. പിന്നെ കോമ്പൗണ്ടെല്ലാം വെൽ മെയിൻറ്റൈൻഡ് ആണ്, നല്ല രസമാണ് കാണാൻ. ഈ ഒരു കോമ്പൗണ്ടിൽ ചന്ദ്രി എന്ന പേരിൽ ഒരു ബോയ് വെച്ചിട്ടുണ്ട്. BOY ബോയ് അല്ല, BUOY ബോയ്. കാണിക്കാം. ഇതാണ് ബോയ്. യൂട്യൂബിൽ സെയിലിംഗ് റിലേറ്റഡ് വീഡിയോകളൊക്കെ കാണുമ്പോൾ കടലിൽ ഇതുപോലുള്ള ഒരു സാധനം പൊന്തി കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നാവികർക്ക് മാർഗ്ഗനിർദ്ദേശവും മുന്നറിയിപ്പും ഒക്കെ നൽകാനാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ബോയികൾ കടലിൽ നങ്കൂരമിട്ട് ഉറപ്പിക്കുന്നതുണ്ട്. സമുദ്രത്തിൽ ഓഷ്യൻ കറന്റിനനുസരിച്ച് ഒഴുകാൻ അനുവദിക്കുന്നവയുമുണ്ട്. ഞാനീ പറഞ്ഞ ഉപയോഗം കൂടാതെ വേറെയും കുറേ ഉപയോഗം ഇതുകൊണ്ടുണ്ട്. അത് നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. ലൈറ്റ് ഹൗസിന് അടുത്തായിട്ട് മ്യൂസിക്കൽ ഫൗണ്ടൈനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ പ്രവർത്തിക്കുമോ അറിയില്ല. എന്തായാലും രാത്രി ആയിരിക്കും, ഉണ്ടെങ്കിൽ തന്നെ പ്രവർത്തിക്കുക. രാത്രി ഇവിടെ ഒന്ന് വന്ന് നോക്കുക, ചിലപ്പോൾ മ്യൂസിക്കൽ ഫൗണ്ടൈനൊക്കെ കാണാൻ സാധിക്കും. എന്തായാലും ഇവിടെ മ്യൂസിക്കൽ ഫൗണ്ടൈൻ്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കാണിക്കാം. മ്യൂസിക്കൽ ഫൗണ്ടൈൻ്റെ ലൈറ്റും ഫൗണ്ടൈനും എല്ലാം ഇവിടെയുണ്ട്. പ്ലാറ്റ്ഫോമിന് ചെറിയ നനവൊക്കെ ഉണ്ട്. ഇത് കേടായിട്ടുണ്ടാവുകയില്ല, ഇപ്പോഴും രാത്രി പ്രവർത്തിക്കുന്നുണ്ടാകും. ഇത് പ്രവർത്തിക്കുന്ന ടൈമിംഗ് കറക്റ്റായിട്ട് അറിയില്ല, ആരോടേലും ചോദിച്ച് പിന്നീട് പറയാം. ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ, ലൈറ്റ് ഹൗസ്. ഒറ്റ നോട്ടത്തിൽ എനിക്ക് തോന്നിയത് ഇതിന് വലിയ ഹൈറ്റ് ഒന്നും ഇല്ലല്ലോ എന്നാണ്. ലൈറ്റ് ഹൗസിൻ്റെ എക്സ്റ്റീരിയർ ഒക്കെ പക്ക ഫിനിഷിംഗ് ആണ്. ഈ അടുത്തങ്ങാണ്ട് പെയിൻ്റ് അടിച്ചതാണെന്ന് തോന്നുന്നു. റെഡ് വൈറ്റ് കോമ്പിനേഷൻ കാണാൻ നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ലൈറ്റ് ഹൗസുകൾക്ക് കൂടുതലും ഈ ഒരു കളർ കോമ്പിനേഷനാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ലൈറ്റ് ഹൗസിന് ചെറിയ ചെറിയ വിൻഡോ ഓപ്പണിംഗ് എല്ലാ സൈഡിലേക്കുമുണ്ട്. വിൻഡോസ് കണ്ടിട്ട് നമ്മുടെ ഇമാജിനേഷൻ ഒന്ന് വർക്കൗട്ട് ആക്കി കഴിഞ്ഞാൽ ഗാർഡ്സിന് തോക്കും ചൂണ്ടി ലൈറ്റ് ഹൗസ് ഗാർഡ് ചെയ്യാൻ നിൽക്കാനുള്ള സ്പേസ് ആണെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ അങ്ങനെയല്ല. ആ കാണുന്ന ചെറിയ വിൻഡോസിന് നോർമൽ വിൻഡോസിൻ്റെ സെയിം പർപ്പസ് ആണ്. ഉള്ളിൽ വെളിച്ചവും എയറും ഒക്കെ കയറുക എന്നതാണ് പർപ്പസ്. ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിൽ എയർ സർക്കുലേഷൻ ഉണ്ടാകാനും ഉള്ളിലെ ചൂട് കുറയ്ക്കാനുമൊക്കെയാണ് വിൻഡോസ്. ലൈറ്റ് ഹൗസ് എന്ന് കേൾക്കുമ്പോഴേ സ്പൈറൽ ആയിട്ടുള്ള ആ ഒരു സ്റ്റെയർ കേസാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. ഈ ഒരു ലൈറ്റ് ഹൗസിനും സ്പൈറൽ സ്റ്റെയർ കേസ് ആണോ എന്ന് നമുക്ക് നോക്കാം. മൊത്തം ഒന്ന് കയറി നോക്കാം. അങ്ങ് മുകളിൽ കയറി നോക്കിയിട്ട് ഈ സീയിലേക്കുള്ള വ്യൂവും പിന്നെ പരിസരത്തേക്കുള്ള ആ ഒരു വ്യൂവും എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചെരുപ്പിട്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല, ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് വേണം ഉള്ളിൽ കയറാൻ. ആദ്യം നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്കുള്ള ആ ഒരു വ്യൂ തന്നെ കാണാം. സ്റ്റെയർ കേസിൻ്റെ ഷേപ്പ് സ്പൈറൽ തന്നെയാണ്. താഴെ നിന്ന് മുകളിലേക്കുള്ള ആ ഒരു വ്യൂ അടിപൊളിയല്ലേ? എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. മോളിൽ നിന്ന് താഴേക്കുള്ള വ്യൂവും രസമായിരിക്കും, അതും നമുക്ക് കാണാം. ഇവിടെ ലൈറ്റ് ഹൗസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കാണാൻ ചെറുതാണെന്ന് തോന്നിയെങ്കിലും അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്, 23 മീറ്റർ. അപ്പോൾ ഏകദേശം ഒരു 70-75 അടിയൊക്കെ ഉയരം കാണും. ഇത്രയും ഹൈറ്റുള്ള ലൈറ്റ് ഹൗസ് കണ്ടിട്ടാണോ ഞാൻ ഹൈറ്റ് പോരാ എന്ന് പറഞ്ഞത്? ഹൈറ്റ് പോരാ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലൈറ്റ് ഹൗസിനെ പുച്ഛിച്ചതുപോലെയായി, മോശമായിപ്പോയി.
ലൈറ്റ് ഹൗസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത ബോർഡിൻ്റെ തൊട്ടടുത്തായി കൊച്ചിൻ ലൈറ്റ് ഹൗസ് ഡിസ്ട്രിക്റ്റിൻ്റെ മാപ്പും കണ്ടു. കൊച്ചിൻ ലൈറ്റ് ഹൗസ് ഡിസ്ട്രിക്റ്റിൻ്റെ കീഴിൽ കേരളത്തിലെ മൊത്തം ലൈറ്റ് ഹൗസുമുണ്ട്. ഇതെന്താ സംഭവമെന്ന് ഇവിടെയുള്ളവരോട് ചോദിച്ചപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് കൊച്ചിയിലാണ്, കൊച്ചിയുടെ കീഴിലാണ് കേരളത്തിലുള്ള എല്ലാ ലൈറ്റ് ഹൗസുകളും, അതുകൊണ്ടാണ് കൊച്ചിൻ ലൈറ്റ് ഹൗസ് ഡിസ്ട്രിക്റ്റ് എന്ന് കൊടുത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഈ ലൈറ്റ് ഹൗസ് ബ്രിട്ടീഷുകാരാണ് ഉണ്ടാക്കിയതെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഇത് നിർമ്മിച്ചത് ഇന്ത്യൻ ഗവൺമെൻറ് തന്നെയാണ്. 75-76 കാലഘട്ടത്തിലാണ് ഇത് നിർമ്മിച്ചത്. അതായത് 1975-76 കാലഘട്ടത്തിൽ. ബ്രിട്ടീഷുകാരുടെ കാലത്തും ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇവിടെയല്ല. സെയിൻറ്റ് ആഞ്ചലോസ് ഫോർട്ടില്ലേ, അതിൻ്റെ അവിടെയായിരുന്നു. സെയിൻറ്റ് ആഞ്ചലോസ് ഫോർട്ടിൽ ബ്രിട്ടീഷുകാർ അവസാനമായി കൺസ്ട്രക്ട് ചെയ്ത ലൈറ്റ് ഹൗസ് ഇപ്പോഴുമുണ്ട്. ഈ ഒരു ലൈറ്റ് ഹൗസിലേക്ക് മാറുന്നത് വരെ സെയിൻറ്റ് ആഞ്ചലോസ് ഫോർട്ടിലുള്ള ആ ഒരു ലൈറ്റ് ഹൗസ് തന്നെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതായത് ഒരു 75 വരെ ആ ലൈറ്റ് ഹൗസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇനി സ്റ്റെയർ കേസിൻ്റെ ടോപ്പിൽ നിന്ന് താഴേക്കുള്ള വ്യൂ കാണാം. ടോപ്പിൽ നിന്ന് താഴേക്കുള്ള വ്യൂ ആണോ ഇഷ്ടപ്പെട്ടത്, അതോ താഴെ നിന്ന് മുകളിലേക്കുള്ള വ്യൂ ആണോ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് ടോപ്പിൽ നിന്ന് താഴേക്കുള്ള വ്യൂ ആണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയേണ്ടി വരും. ഈ ഒരു വ്യൂവിന് എന്തോ പ്രത്യേക ലുക്കുണ്ട്. ശരിക്കും സൂപ്പറാണ്. ചിലപ്പോൾ ഹാൻഡ് റെയിൽസ് ഒക്കെ ആയിരിക്കാം ഭംഗി കൂട്ടിയത്. ഇനി നമ്മൾ കയറുന്നത് വാച്ച് റൂമിലേക്കാണ്. വർക്ക് ചെയ്യുമ്പോഴുള്ള വെതർ കണ്ടീഷൻ്റെ ഡെയിലി ലോഗ് സൂക്ഷിക്കാനും വർക്ക് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ സൂക്ഷിക്കാനുമുള്ള റൂമാണ് വാച്ച് റൂം. നമ്മളിപ്പോൾ കയറിയ ഒരു വുഡൻ സ്റ്റെയറിൻ്റെ താഴെയുള്ള പോർഷനാണ് വാച്ച് റൂം. വുഡൻ സ്റ്റെയർ കയറി എത്തുന്ന റൂം സർവീസ് റൂമാണ്. സർവീസ് റൂമിലാണ് ക്ലീനിങ് എക്യുപ്മെൻറ്റ്സും സ്പെയർ പാർട്സും എല്ലാം വെക്കുന്നത്. ഈ ലാഡർ കയറി എത്തുന്നത് ലാൻറ്റേൺ റൂമിലേക്കാണ്. ലൈറ്റ് ഹൗസ് ബീക്കൺ ലാൻറ്റേൺ റൂമിലാണ് വെക്കുന്നത്. സ്പൈറൽ സ്റ്റെയർ കയറി വന്നപ്പോൾ പിന്നെ അതങ്ങോട്ട് നാരോ ആയി. ഒരു ചെറിയ വുഡൻ സ്റ്റെയർ ആയി, അതിനുശേഷം അയണിൻ്റെ ഒരു ലാഡറായി, അതിനുശേഷം ചെറിയൊരു ഓപ്പണിങ്ങിലൂടെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത്. ഈ ഒരു പ്ലാറ്റ്ഫോമിലെത്തിയപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്. കടലങ്ങ് അകലെ വരെ കാണാം, അതുപോലെ തന്നെ ലാൻഡും കുറേ ദൂരം കാണാം. നല്ല രസമാണ് ഇങ്ങനെ ഒരു വ്യൂ കാണാൻ. ഇത്രയും സ്റ്റേഴ്സ് കയറിയതിൽ യാതൊരു കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഈ വ്യൂ ഒന്ന് കാണാം. നമ്മളിപ്പോൾ നടന്നു കാണുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം വിഡോസ് വാക്ക് എന്നാണ് അറിയപ്പെടുന്നത്. പണ്ട് കാലത്ത് സെയിലേഴ്സിന്റെ ഭാര്യമാർക്ക് കടൽ കാണാനും ഹസ്ബൻഡ് വരുന്നത് നോക്കി നടക്കാനുമായി വീടുകളുടെ മുകളിൽ ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം പണിയുമായിരുന്നു. അതിനെ ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ടായിരിക്കാം ഈ ഒരു ഏരിയയെ വിഡോസ് വാക്ക് എന്ന് പറയുന്നത്. ഇതുകൂടാതെ ചില ലൈറ്റ് ഹൗസുകളിൽ ഗാലറി ഡെക്കുമുണ്ട്. സർവീസ് റൂമിൽ നിന്നായിരിക്കും ഗാലറി ഡെക്കിലേക്കുള്ള എൻട്രി. ഈ ഒരു ലൈറ്റ് ഹൗസിന് ഗാലറി ഡെക്ക് ഇല്ല, വിഡോസ് വാക്ക് മാത്രമേ ഉള്ളൂ. ലൈറ്റ് ഹൗസുകളെക്കുറിച്ചുള്ള എൻ്റെ പരിമിതമായ നോളജിൽ നിന്നാണ് ഞാനിതൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഇനി മ്യൂസിക്കിൻ്റെ അകമ്പടിയോടെ വിഡോസ് വാക്കിൽ നിന്നുള്ള വ്യൂ ആസ്വദിക്കാം. നല്ല വെയിലായതുകൊണ്ട് ഈ ഒരു സീനറിയുടെ വ്യൂ അത്രയ്ക്ക് നന്നായിട്ട് ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാവില്ല. ഇവിടെ ഒരു ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. ഇപ്പോൾ വെയിലായതുകൊണ്ട് അധികം നേരം ഇവിടെ നിൽക്കാനും തോന്നില്ല. അതുകൊണ്ട് നമുക്കിനി ലൈറ്റ് ഹൗസ് മ്യൂസിയത്തിലേക്ക് പോകാം. പിന്നെ ലൈറ്റ് ഹൗസിലെ ലൈറ്റ് എവിടെ അത് കാണിച്ചില്ലല്ലോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ വീഡിയോഗ്രാഫിയോ ഫോട്ടോഗ്രാഫിയോ ഒന്നും അലൗഡ് അല്ല. ഇതാ ഇതിൻ്റെ ഉള്ളിലുണ്ട് അത്. പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. ലൈറ്റ് ഹൗസ് മ്യൂസിയത്തിൽ എന്തായാലും ലൈറ്റ് ഹൗസിൽ യൂസ് ചെയ്യുന്ന ലൈറ്റുകളും അതുപോലെ തന്നെ സെയിലിംഗ് റിലേറ്റഡ് എക്യുപ്മെൻറ്റ്സും ഒക്കെ ആയിരിക്കും ഡിസ്പ്ലേയിലുള്ളത്. അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെന്ന് നമുക്കൊന്ന് കയറി നോക്കാം. ലൈറ്റ് ഹൗസിലുള്ള പോലെ തന്നെ ഈ ഒരു ലൈറ്റ് ഹൗസ് മ്യൂസിയത്തിലും ചെരുപ്പിട്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല, ചെരുപ്പ് ഊരിയിട്ട് വേണം ഉള്ളിൽ കയറാൻ. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സെയിലിംഗ് / ലൈറ്റ് ഹൗസ് റിലേറ്റഡ് എക്യുപ്മെൻറ്റ്സ് ആണ് കൂടുതലും ഡിസ്പ്ലേയിൽ. ഈ മ്യൂസിയത്തിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് മാത്രമേ കാണിക്കുന്നുള്ളൂ. മുഴുവനും കാണിക്കാൻ കുറേ ടൈം എടുക്കും. ഇതൊക്കെ ഇവിടെ വന്ന് കാണുമ്പോഴേ ആ ഒരു ത്രില്ല് കിട്ടൂ. അതാണ് സത്യം. അതുകൊണ്ട് ഡിസ്പ്ലേയിലുള്ളത് മുഴുവൻ കാണിക്കുന്നതിൽ അർത്ഥമില്ല. ഈ കാണുന്നത് പോർബന്തറിൽ യൂസ് ചെയ്ത ലൈറ്റിംഗ് അപ്പാരറ്റസ് ആണ്. ഇനി കാണാൻ പോകുന്നത് വിവിധ ലൈറ്റ് ഹൗസുകളിൽ യൂസ് ചെയ്ത ലാമ്പ് ചേഞ്ചറാണ്. തടസ്സമില്ലാത്ത പ്രകാശ സ്രോതസ് ഉറപ്പുവരുത്താനാണ് ലാമ്പ് ചേഞ്ചർ യൂസ് ചെയ്യുന്നത്. ഒരു ബൾബ് ഫ്യൂസ് ആവുമ്പോൾ പകരം ബൾബ് യാന്ത്രികമായി ഫോക്കസിലേക്ക് വന്ന് സ്വയം പ്രവർത്തിക്കാനുള്ള സാങ്കേതിക വിദ്യയാണ് ലാമ്പ് ചേഞ്ചറിലുള്ളത്. ഈ കാണുന്നത് സെക്സ്റ്റൻ്റ് ആണ്.
രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ആംഗുലർ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ഉപകരണമാണിത്. GPS ഒന്നും ഇല്ലായിരുന്ന കാലത്ത് ഇതാണ് അവരുടെ പൊസിഷൻ കണ്ടുപിടിക്കാനായി സെയിലേഴ്സ് യൂസ് ചെയ്തിരുന്നത്. ഈ കാണുന്നത് റേഡിയോ ബീക്കൺ ട്രാൻസ്മിറ്റർ ആണ്. ദിശ കണ്ടെത്താനുള്ള സംവിധാനമായിട്ടാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പണ്ട് കാലത്തെ കോമ്പസ് ആണ് ഈ കാണുന്നത്. കോമ്പസിൻ്റെ ആ ഒരു കേസാണ് ഈ ഒരു വീഡിയോയിൽ കോമ്പസിനെ ഉൾപ്പെടുത്താൻ എന്നെ പ്രേരിപ്പിച്ചത്. ഗ്യാസ് മോട്ടർ, ഗ്യാസ് ഫ്ലാഷർ, ഗ്യാസ് ബേണർ, അങ്ങനെ കുറേ എക്യുപ്മെൻറ്റ്സ് ഇവിടെ ഡിസ്പ്ലേക്കുണ്ട്. ഇതിൻ്റെയൊക്കെ യൂസ് ഇവിടെ ഭിത്തിയിൽ ഡിസ്ക്രിപ്ഷൻ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ വരുമ്പോൾ വായിച്ചോളൂ. പണ്ട് കാലത്ത് ഫോഗൊക്കെ വരുമ്പോൾ ലൈറ്റ് ഹൗസിലെ ലൈറ്റിൻ്റെ വിസിബിലിറ്റി കുറയും. അപ്പോൾ ബെല്ലടിച്ച് അതിൻ്റെ സൗണ്ട് കേൾപ്പിച്ച് കപ്പലുകൾക്ക് വാർണിംഗ് കൊടുക്കാൻ യൂസ് ചെയ്തിരുന്നതാണ് ഈ ബെൽ. ഇത് ബ്രിട്ടീഷ് മെയ്ഡാണ്. സാഗർദീപ് കപ്പലിൻ്റെ ഒരു മിനിയേച്ചർ മോഡലാണിത്. ലൈറ്റ് ഹൗസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിച്ച കപ്പലാണിത്. ബോയികൾ സ്ഥാപിക്കാനും പരിപാലിക്കാനുമുള്ള സാധന സാമഗ്രികൾ എത്തിക്കാനുമൊക്കെയാണ് ഈ കപ്പൽ ഉപയോഗിച്ചിരുന്നത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യൻ നേവിയുടെ സഹായ കപ്പലായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ദീപനൗകയാണ്. കണ്ടില്ലേ, മുകളിൽ ലൈറ്റൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു മിനിയേച്ചർ മോഡലാണ്. ശക്തമായ ഒഴുക്കും തിരമാലയും പാറകളുടെ ഉറപ്പുകുറവും കാരണം ലൈറ്റ് ഹൗസ് നിർമ്മിക്കാൻ പറ്റാതെ വരും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ദീപനൗക നങ്കൂരമിട്ട് വെക്കാറാണ് പതിവ്. ഇനി മ്യൂസിയത്തിലെ മേജർ അട്രാക്ഷൻ കാണിക്കാം. മിനിക്കോയ് ഒപ്റ്റിക്. ഇത് 1885 മുതൽ 1962 വരെ മിനിക്കോയിൽ ഉപയോഗിച്ചിരുന്നതാണ്. ഇതിൻ്റെ അപ്പാരറ്റസ് ഇംഗ്ലണ്ടിലാണ് ഉണ്ടാക്കിയത്. 1970 മുതൽ 1984 വരെ നാഗപട്ടണം ലൈറ്റ് ഹൗസിലും ഇത് യൂസ് ചെയ്തിരുന്നു. അതാണ് ഈ ഒരു ഒപ്റ്റിക്കിൻ്റെ ചരിത്രം. ഇനി ഇത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ആംഗിളിലും കാണാം. ലൈറ്റ് ഹൗസും ലൈറ്റ് ഹൗസ് മ്യൂസിയവും നമ്മൾ കണ്ടു. ഇനി നമുക്ക് സീ വ്യൂ പാർക്ക് പോയി കാണാം. ഗസ്റ്റ് ഹൗസിൻ്റെ എൻട്രൻസിൻ്റെ ആ സെയിം റോഡിലൂടെയാണ് സീ വ്യൂ പാർക്കിലേക്ക് പോകേണ്ടത്. ആ ഒരു റോഡിലൂടെ പോകുമ്പോൾ ആ ഒരു സീ വ്യൂ പാർക്കിൻ്റെ എൻട്രൻസ് കാണാം. ശരിക്കും സീ വ്യൂ പാർക്ക് നല്ല പേര്. ഇവിടെ നോക്കിയപ്പോൾ സീ പാത്വേ എന്നാണ് അതിൻ്റെ പേര് കണ്ടത്. ഞാൻ വിചാരിച്ചത് സീ വ്യൂ പാർക്ക് എന്നാണെന്നാണ്. ശരിക്കും പേര് സീ പാത്വേ എന്നാണ്. നമുക്ക് അതുകൂടി ഒന്ന് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ്. ഇവിടെ സാധാരണക്കാർക്ക് താമസിക്കാൻ പറ്റുമോ, അതോ ഗവൺമെൻറ് എംപ്ലോയീസിനും MLA-മാർക്കുമൊക്കെ താമസിക്കാൻ പറ്റുള്ളൂ? എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമേ ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ എന്നാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സാധാരണക്കാർക്ക് ഇവിടെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ബോർഡ്. സീ പാത്വേ ആണ് കറക്റ്റ് പേര്. ഈ സ്ഥലത്തിൻ്റെ പേരും പയ്യാമ്പലമാണ്. അങ്ങനെയാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. പയ്യാമ്പലം ബീച്ചിൻ്റെ ഒരു ഭാഗമായിരിക്കും ഈ ഒരു ഏരിയ. ഇനി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാം. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ഗോപി. ചേട്ടാ, സീ പാത്വേയിൽ കയറാൻ ടിക്കറ്റ് റേറ്റ് എത്രയാണ്? 20 രൂപയാണ്. വീഡിയോ ഒക്കെ എടുക്കാവോ? വീഡിയോ എടുക്കാം. റേറ്റ് ചേർക്കുന്നില്ല. ഓക്കെ, ആകെ 20 രൂപ വന്നാൽ മതി. 20 രൂപ. ഓക്കെ, താങ്ക്സ്. അങ്ങ് അകലെ കാണുന്നില്ല കുറേ കല്ലൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്? അത് പയ്യാമ്പലം ബീച്ചിൽ നിർമ്മിച്ച പുലിമുട്ടാണ്. സീ പാത്വേ ഏരിയയിൽ ബീച്ചില്ല. ഈ ഒരു ഏരിയ ചെറിയ ക്ലിഫ് പോലെയാണ്. കടൽ ഡയറക്റ്റായി വന്ന് ക്ലിഫിലേക്ക് അടിക്കുകയാണ്. സീ പാത്വേ അത്യാവശ്യം ഹൈറ്റിലായതുകൊണ്ട് കടൽ നല്ല ദൂരത്തേക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ബീച്ചിൽ പോയാൽ ഈ ഒരു വൈബ് കിട്ടില്ല. കടൽ ഇത്രയും ദൂരമൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ വന്നാൽ തിരമാലയുമായി കളിക്കാൻ പറ്റില്ല. അതിന് പയ്യാമ്പലം ബീച്ചിൽ തന്നെ പോകണം. കുട്ടികൾക്ക് കളിക്കാനായി ഇവിടെ ഒരു മിനി പാർക്കുണ്ട്. അതുപോലെ തന്നെ ഇരുന്ന് കടൽക്കാറ്റൊക്കെ അടിച്ച് കടൽ കണ്ട് ആസ്വദിക്കാൻ ഇഷ്ടംപോലെ ബെഞ്ചുകളുമുണ്ട്. അതെല്ലാം നമുക്കൊന്ന് കാണാം.
സീ പാത്വേയിലെ ക്ലിഫ് ഏരിയ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. കടൽ വന്ന് ഇങ്ങനെ അടിക്കുന്നതൊക്കെ കാണാൻ ഭംഗിയാണ്. അതുപോലെ തന്നെ ക്ലിഫ് ഏരിയയിലുള്ള ആ ഒരു കല്ലുകളും കാണാൻ നല്ല രസമാണ്. ശരിക്കും ഗോവയിലുള്ള കടലിലുള്ള ആ ഒരു കല്ല് പോലെ തന്നെയാണ്, ഒരു ചെങ്കല്ല് മോഡൽ കല്ല്. അത് കാണാൻ രസമാണ്. പിന്നെ ഈ ഒരു ഏരിയ വിസിറ്റ് ചെയ്യുമ്പോൾ ഈവനിങ് ഒക്കെ വിസിറ്റ് ചെയ്യുക. നൂൺ ടൈമിലൊക്കെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കത്തി കരിഞ്ഞു പോകും, അത്രയ്ക്ക് ചൂടുണ്ട്. ഈവനിങ് വന്നു കഴിഞ്ഞാൽ നല്ല ചില്ലായിട്ടിരുന്ന് കാറ്റൊക്കെ നന്നായിട്ട് അടിച്ച് ആസ്വദിക്കാൻ സാധിക്കും. പിന്നെ ലൈറ്റ് ഹൗസിലുള്ള ആ ഒരു ലൈറ്റ് ഫൗണ്ടൈനെ കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു. അതെന്നും പ്രവർത്തിക്കും. ദിവസവും രാത്രി 7 മണി മുതൽ 7:15 വരെയാണ് പ്രവർത്തിക്കുന്നത്. ആ ഒരു ടൈമിൽ വന്നാൽ ലൈറ്റ് ഫൗണ്ടൈനും കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വീണ്ടും കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.